അപ്പം നമ്മുടെ പായസത്തിൻ്റെ ലെവലേ മാറി, നല്ല നിറമൊക്കെ മാറി. അതുകൊണ്ട് നമസ്കാരം, അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കോട്ടയം കറുകച്ചാലാണ്. കറുകച്ചാൽ ഇവിടെ പഞ്ചാമൃത പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. വ്യത്യസ്തമായ ഒരു കൂട്ടാണ്. അന്നേരം അതെന്തൊക്കെയാണെന്നും അതെങ്ങനെയാണെന്നും എല്ലാവരും പഞ്ചാമൃതം കഴിച്ചിട്ടുണ്ട്. അന്നേരം പഞ്ചാമൃതം എന്തുവാണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അന്നേരം അടുപ്പ് കത്തി, ഇനി നമുക്ക് ഉരുളി വെക്കാനുള്ള സമയമായി. അന്നേരം ബൈജു കേസരി, അതാണ് നമ്മുടെ മേക്കിംഗ് മാസ്റ്റർ. അന്നേരം നമുക്ക് ബൈജുവിൻ്റെ അടുത്ത് ചോദിക്കാം. ബൈജു, ഇത് എങ്ങനെയാണ് ഇനിയുള്ള പരിപാടി? എന്തോ ശരിക്കും എങ്ങനെയാന്ന് പറയുന്നതിനേക്കാളും നല്ല നമുക്ക് ചെയ്ത് ഓരോന്ന് നമുക്ക് പരിചയപ്പെട്ടു. ഓക്കെ, ആദ്യം നമുക്ക് ഉരുളി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഉരുളി വെക്കുക. പാത്രം ചൂടായി. ഒരു 1/2 ലിറ്റർ നെയ്യുണ്ട്, ഇത് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് ഈ ഈ മുറ്റത്ത്. നല്ല വൈബാണ്, നല്ല സ്ഥലമാണിത്. അന്നേരം അവിടെ 3 കല്ലൊക്കെ എടുത്ത് വെച്ച് വിറവൊക്കെ കൂട്ടി ഇങ്ങനെ കത്തിച്ച്, അന്നേരം ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഇത് ആർക്കും കഴിക്കാം. മറ്റ് യാതൊരു നമ്മളൊരു മതത്തിൻ്റെ ആചാരപ്രകാരമോ അങ്ങനെയൊന്നുമല്ല. അന്നേരം ഇതിനകത്ത് മറ്റ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ട് തന്നെ ഉണ്ടാക്കുന്നു. അതിൻ്റെ ഓർഡർ അനുസരിച്ച് നമുക്ക് സാധനം കൊടുക്കുന്നുണ്ട്. നമ്മുടെ നെയ്യ് ചൂടായി കാണുമോ? ചൂടായി വരുന്നുണ്ട്. ഉണക്കമുന്തിരിങ്ങയാണ്. കുരുവില്ലാത്ത കറുത്ത മുന്തിരിങ്ങ. ഇത് നന്നായിട്ട് 3 പ്രാവശ്യം നമ്മൾ കഴുകി വിനാഗിരിയും മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചേക്കും. ഇനി നമുക്കത് ഇടാം നമുക്ക്. അങ്ങനെ മുന്തിരിങ്ങ മൂത്ത് വരുന്നു. നമുക്ക് കോരിയെടുക്കാം. നമുക്കൊരു എത്ര മണിക്കൂർ വേണ്ടി വരും? ഇത്രയും ചെയ്ത് 3-3.5 മണിക്കൂർ എന്തായാലും വേണ്ടി വരും ഇതിന്റെ പുറകെ. ഇപ്പൊ നമുക്ക് അല്പം ചെയ്യണേ പോലും സമയം. എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും അത്രയും സമയം. ഈ കറുത്ത മുന്തിരി എന്ന് പറയുമ്പോൾ ശരിക്കും ബ്ലഡ് ഓട്ടം, രക്തഓട്ടത്തിനൊക്കെ നല്ല. ഓഹോ, ശരി. ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും നല്ലതാണ്. ഇത് ഈ പഞ്ചാമൃതം എന്ന പേര് വരാൻ 5 അമൃത് കൂടി ചേരുമ്പോൾ അത് പഞ്ചാമൃതം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇത് നെയ്യ്, ഉണക്കമുന്തിരി, പിന്നെ ഈന്തപ്പഴം, പനങ്കൽക്കണ്ടം, ശർക്കര, നമുക്ക് തേൻകദളി പഴം, അതാണ് ഇതിന്റെ അകത്തെ മെയിൻ. തേൻകദളി പഴമാണ് നമുക്ക് അതിന്റെ അകത്ത് ചേർക്കുന്നത്. ഞാൻ പഴനിയിൽ നിന്ന് കഴിച്ചിട്ടുള്ള ടൈം തൊട്ടേ എനിക്ക് ഈ പഴം വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് അതേ സെയിം ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കത് കോരായത്. മുന്തിരിങ്ങ പാകമായി കഴിഞ്ഞു. നമുക്ക് ശർക്കര പാനിയാക്കുക. അത് ഇത് വെള്ളം ശുദ്ധമായ കിണറ്റിലെ വെള്ളം. ഓക്കെ, ഒഴിച്ചോ. അങ്ങനെ വെള്ളം ഒഴിച്ചു. ഇനി ഇത് തിളക്കണം. അത് ചൂടായാൽ മതി. ചൂടായതിനു ശേഷം ശർക്കര നമുക്ക് ഇടാം. നമ്മൾ മറയൂർ ശർക്കര അതിന്റെ അകത്ത് ഉപയോഗിക്കും. വേറെ ശർക്കര അതാകുമ്പം ചെളിയില്ല, അഴുക്കില്ല, പൊടിയില്ല. അത് ഡയറക്റ്റ് ചേർക്കാൻ പറ്റും നമുക്ക്. വെള്ളം തിളച്ചു. ഇനി അടുത്ത പരിപാടി, അടുത്ത നമുക്ക് ശർക്കര പൊടിച്ചു വെച്ചേക്കണം. പൊടിച്ചു വെച്ച് അതാ എളുപ്പം. ഓക്കെ, ഇത് ഞാൻ ഡയറക്റ്റ് ചേർക്കുക. കാരണം ഒരു മായം ഇതിൻ്റെ അകത്തില്ല, ചെളിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അരിച്ചൊക്കെ ചേർക്കണമായിരുന്നു. ഇത് പാനിയാക്കിയിട്ട് അരിച്ചൊക്കെ ചേർക്കാം നമുക്ക്. ഓക്കെ, ശർക്കര പാനീയമായി. ശർക്കര പാനിയാകുന്നു. നന്നായിട്ട് തിളച്ചു. ഈ തിളച്ചതിനകത്തോട്ട് നമ്മള് ഈന്തപ്പഴം ഇടും. കുരു കളഞ്ഞു വെച്ചേക്കാണ്. എല്ലാം കുരു കളഞ്ഞ് കീറി പിച്ച് വെച്ചേക്കാണ്. ഇനി ഈ ഈന്തപ്പഴം ശർക്കര പാനിക്കകത്ത് കിടന്ന് വേകണം. പിന്നെ നമുക്ക് അങ്ങോട്ട് ഇട്ടോ. ഈ വേവുന്നതിന് തോനെ ടൈം എടുക്കും. ഇത് വേഗം നല്ല ടൈം എടുക്കും. ഏകദേശം 1 മണിക്കൂർ. ശർക്കരപ്പാനി ആയതുകൊണ്ട് അതിനകത്ത് കിടന്ന് വേഗണമെങ്കിൽ 1 മണിക്കൂർ. അതായത് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇനി ഇളക്കിക്കൊണ്ടിരിക്കും. 2 പ്രോസസ്സിങ് നടക്കുന്നത്. 1 ഈന്തപ്പഴം വേവുക, 2 ഈ ശർക്കരപ്പാനിയിലെ ജലം മൊത്തവും വറ്റിക്കൊണ്ടിരിക്കും. ജലം പൂർണ്ണമായി വറ്റി മാറണം. ഇപ്പം ഏതാണ്ട് നല്ല കുറുകിയ പരുവായിട്ടുണ്ട്. ഇനി നമ്മൾ
കദളിപ്പഴം ഇടാൻ പോവുകയാണ്. അങ്ങനെ കദളിപ്പഴം ഇടുന്നതിന് മുമ്പ് എനിക്ക് കാര്യം പറയാനുണ്ട് കേട്ടോ. സംഭവം ഈ കദളി നമ്മുടെ മലയാളികളിൽ ഭയങ്കരമായിട്ട് ആഴ്ന്നിറങ്ങിയ ഒരു സാധനമാണ്. കദളി, തേൻ കദളി, ചെങ്കദളി, അങ്ങനെയല്ലേ ഒരു പാട്ട് തന്നെ. അന്ന് നമുക്ക് കദളിപ്പഴം ഇടാം. ഇത് തേങ്കദളിയാണ്. ഇത് തേങ്കദളി. ഓക്കെ. അങ്ങനെ കദളി വീണു. ഇതിപ്പോൾ നമ്മളിത് മിക്സിയിലിട്ട് അടിച്ച് അത് വേറൊരു സംഭവമുണ്ട് കേട്ടോ. ഞാൻ ഇളക്കിയാൽ കുഴപ്പമുണ്ടോ? അന്നേരം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പായസങ്ങളുടെ രാജാവാണ് പഞ്ചാമൃതം. പക്ഷേ ഒരു കല്യാണത്തിനും 100-ൽ പരം ഐറ്റങ്ങളുള്ള പായസങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഞ്ചാമൃതം വിളമ്പുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പം നമ്മുടെ പായസത്തിൻ്റെ ലെവലേ മാറി, നല്ല നിറമൊക്കെ മാറി, നല്ല കറാന്നായി. പഴത്തിൻ്റെയൊക്കെ വളരെ ആണണ്ട. ഇത് നമ്മളിങ്ങനെ പരുവം നോക്കുന്നേ അല്ലേ? അതെ. ഏകദേശം 90%. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്തുവാ? അടുത്ത നെയ്യ് ഒഴിക്കുക. നമുക്ക് ടൈറ്റ് കുറയ്ക്കാൻ വേണ്ടി. ടൈറ്റ് കുറയ്ക്കുക. ഇപ്പം നല്ല ടൈറ്റായി ഇല്ലേ? നോക്കട്ടെ വേച്ചി. ശരിയാ, ടൈറ്റാ. ഇതാണ് പരുവം. അപ്പോൾ 1 ലിറ്റർ നെയ്യാണ് ഇത്. ആദ്യം 1/2 ലിറ്റർ നമ്മൾ ഒഴിച്ചു. അടുത്ത 1 ലിറ്റർ ഒഴിക്കും. അന്നേരം 1.5 ലിറ്റർ ഇപ്പം ആയി കഴിഞ്ഞു. അതല്ലേ? ഏതാണ്ട് ഒരു പരുവായി. പായസം മാത്രമല്ല, ഞങ്ങൾ 3 പേരും അത്രയ്ക്ക് കഷ്ടപ്പാടുള്ള ഒരു കാര്യമായി സംഭവം. അന്നേരം ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, സെക്കൻഡ് പരിപാടി തുടങ്ങാൻ പോവല്ലേ? അതായത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പനങ്കൽക്കണ്ടം, കറുത്ത മുന്തിരിങ്ങ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകും. ഓക്കെ, എന്നാൽ പിന്നെ അത് നടക്കട്ടെ. ക്ഷീണിച്ചോ? ഓക്കെ. ഇതാണ് പനങ്കൽക്കണ്ടം. ഇത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് സാധനമാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഈ പായസം തണുത്തതിന് ശേഷമേ ഉള്ളൂ നമുക്ക് തേൻ ഒഴിക്കാൻ പറ്റുന്നത്. ഇതോടെ നമ്മൾ വാങ്ങുക. ഇനി തണുപ്പിക്കുക, മിക്സ് ചെയ്ത് വാങ്ങുക. 4 അമൃത് ചേർന്ന് കഴിഞ്ഞു. 5ാമത്തെ. പക്ഷെ അദ്ദേഹം ഇത് തണുത്തതിനകത്ത് പറ്റത്തുള്ളൂ. ചൂടിനകത്ത് പറ്റത്തുള്ളൂ. അന്നേരം നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങാൻ പോവാണ്. പിടിക്കട്ടെ. ചൂട്. പഞ്ചാമൃതം തണുത്തിട്ടുണ്ടല്ലേ? അതെ, തണുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ തേൻ ഒഴിക്കുക എന്നുള്ളതാണ് അല്ലേ? 3 കിലോ തേൻ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കാം. 3 കിലോ. അതെ. ചേർത്താലോ? നമുക്ക് ചേർക്കാം. അങ്ങനെ പഞ്ചാമൃതത്തിൽ തേൻ ഒഴിക്കുന്ന കർമ്മമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 3 ഉപ്പിയും പൊട്ടിച്ചു. 3 ഉപ്പ് പൊട്ടിച്ച് ഒഴിച്ചു. 3 കിലോ തേന ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇളക്കുക, മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ പൂർണ്ണമായും മിക്സ് ആയി കഴിഞ്ഞു. അന്നേരം ഇപ്പം പഴയതുപോലെ ആ കട്ടി അങ്ങ് മാറിയിട്ട് നല്ല ലൂസായി. ഇനി നമ്മളിത് ഓരോ പാത്രത്തിലായിട്ട് പകരുക എന്നുള്ളത് അല്ലേ? ബോട്ടിലാക്കി നമുക്ക് ഇനി സെയിൽ ചെയ്യണം. അന്നേരം നമുക്ക് പഞ്ചാമൃതം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അന്നേരം നമ്മുടെ പഞ്ചാമൃതം തണുത്തു, തേനൊഴിച്ചു, നല്ല സെറ്റാക്കിയിരിക്കുകയാണ്. വേണ്ട, അന്നേരം ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളി. കൽക്കണ്ടമൊക്കെ കടിക്കാൻ കിട്ടുന്നുണ്ട്. കൽക്കണ്ടം കഴിക്കുമ്പോൾ കല്ലാന്ന് പറയരുത്, കൽക്കണ്ടമാണ്. അന്നേരം നല്ല പ്രിപ്പറേഷൻ, നല്ല സാധനം. ഞാൻ പറയുന്നത് വിശ്വാസമല്ലേ, നിങ്ങൾക്ക് ഫോൺ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ വിളിച്ചാൽ മതി. ഓർഡർ അനുസരിച്ച് സാധനം കിട്ടുന്നതായിരിക്കും. എന്താ പറഞ്ഞാൽ ഇത് കല്യാണ സദ്യകളിലൊക്കെ വിളമ്പാത്തതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കി. നല്ല കഷ്ടപ്പാടാണ് ഈ പഞ്ചാമൃതം ഉണ്ടാക്കുന്നത്. പഞ്ചാമൃതം ഒരു പ്രത്യേക രുചിയാണ് നമുക്ക് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് കഷ്ടപ്പെടുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ഇച്ചിരി വാങ്ങിച്ച് കഴിക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാം. നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അത് കഷ്ടപ്പാടാണെന്നുള്ളത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അങ്ങനെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.